ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണോ? ഇന്ന് സൺഡേ ആയതുകൊണ്ട് ആരും എണ്ണിട്ടുണ്ടാവില്ലായിരിക്കും, നല്ല ഉറക്കമായിരിക്കും. അപ്പോൾ ഒരു കാര്യം പറയാൻ വിളിച്ചതാ കേട്ടോ. അല്ല, വീഡിയോ എടുത്താണ് കേട്ടോ, വിളിച്ചതല്ല. ഇന്ന് എന്നെ നാട്ടിൽ നിന്നുണ്ടല്ലോ എൻ്റെ ചേച്ചി വന്നിട്ടുണ്ട്. രാവിലെ ഒരു എത്ര മണിയായപ്പോൾ എത്തിയടി? 5:30. 4:30 5 മണിയായപ്പോൾ ഇവിടെ എത്തി. അപ്പോൾ ഉണ്ടല്ലോ അടുക്കളയ്ക്കകത്ത് എന്നറിയാവോ, അവളെ കുഞ്ഞിവിടെ പഠിക്കുന്നുണ്ട് കേട്ടോ. പഠിക്കുന്നില്ല, ജോലി ചെയ്യുന്നുണ്ട്. അപ്പം അവർക്ക് വേണ്ടി ചക്ക, മീൻ വറുത്തത്, പിന്നെ ഏതാ കൂർക്ക, കറുപ്പിച്ചൊക്കെ കൊണ്ടുവന്നു. എല്ലാം ചൂടാക്കും. ചൂടാക്കിയിട്ട് വേണം അങ്ങോട്ട് കൊണ്ടുവരാൻ. ഒരു 9:30-10 മണിയാകുമ്പോൾ ഇറങ്ങണം. കമ്മൽ നിട്ടിട്ടില്ല, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ എൻ്റെ ചേച്ചി ഇതാണ്, ഭയങ്കര ചൂടാക്കലാണ്. ഇത് ഇതിനെ കൂർക്ക. ഓ ഇങ്ങനെ തിന്ന് നോക്ക്. ഇതെന്നാ, ഇത് ചക്ക. ഇത് കണ്ടോ, ഇത് തുറന്നിട്ടില്ല. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ചപ്പാത്തി. ഇതെല്ലാം പാത്രങ്ങളൊക്കെ അതിൽ നിരന്ന് കിടക്കുകയാണ് കേട്ടോ, ഒന്നും തോന്നില്ല. ഇത് കണ്ടോ, ഇത് ഞങ്ങൾ ചേമ്പ് ഒഴുങ്ങാൻ വെച്ചാണ് കേട്ടോ. ഇതിനകത്ത് ചേമ്പുണ്ട്. ഇത് കണ്ടോ, ഇവൾക്ക് ഒറ്റയ്ക്ക് ആയതുകൊണ്ടേ കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പം അവരുടെ വീട്ടിലെ വാഴയാണ് കേട്ടോ. ഈ വാഴ തന്നെയാണ് പിന്നെ ഞാലിപ്പൂവനാണോ ഡി? പൂവൻ പഴം. ഞാൻ വലിയ കഴിക്കാറൊന്നുമില്ല പൂവൻ പഴം. ഇത് കണ്ടോ, പിന്നെ ഓർഗാനിക്കാണ് കേട്ടോ. പിന്നെ ഇതിനകത്ത്, ഈ ബാഗിനകത്ത് ഫുള്ള് അവളുടെ കൊച്ചിന് കൊടുക്കാനായിട്ട് കൊണ്ട സാധനങ്ങൾ ഏതാണ്ടൊക്കെ എനിക്ക് തന്നെ അറിയില്ല. തിന്നാൻ കുറേ സാധനങ്ങളുണ്ട്, മീൻ വറുത്തതുണ്ട്, എന്തൊക്കെയാണോന്ന് അറിയില്ല, കുറേ ഉണ്ട്. ഇത് അച്ചാറ്. ഈ താഴത്തെ ഇതിനകത്ത് പിന്നെ ഇത് മോര് കറി. പിന്നെ ഇതെന്തോ തിന്നാൻ പഴമാണോ? ഇതെന്തുവാ? ഇത് അവരുടെ വീട്ടിലെ സപ്പോട്ട. ഓക്കെ. ഇതുണ്ട് സപ്പോട്ട പഴം, അവരുടെ വീട്ടിലെ കേട്ടോ. ഇത് കുറേ തിന്നാൻ, കുറേ ഉണ്ണിയപ്പോ പലഹാരമോ. ഇതെന്തുവാ നീണ്ടിരിക്കുന്നേ? ഇത് വാഴയ്ക്കപ്പഴം ഉണ്ടോ. കുറേ സാധനങ്ങളുണ്ട്. പാവം ഇതെല്ലാം പൊക്കിക്കൊണ്ട് വന്നു. കൊതിച്ചയായോണ്ട് കണ്ടോ പലഹാരം. എൻ്റെ ഫേവറേറ്റ് സാധനം ഇതിനെന്നാ പിന്നെ നമ്മുടെ ഇത് വെട്ടുകേക്ക്. ഇത് കണ്ടോ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത് കണ്ടോ. പിന്നെ ഈ നമ്മുടെ പൊട്ടറ്റോ, മീൻസ് ഇത് പൊട്ടറ്റോകൾ ഉണ്ടാക്കുന്നത്. ഞാൻ ബേക്കറി പലഹാരങ്ങൾ അധികം കഴിക്കാത്തില്ല, അതുകൊണ്ട്. ഇത് നമ്മുടെ ഞാൻ ബേക്കറി ഒന്നും അധികം കഴിക്കല്ല കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ എനിക്ക് കൊണ്ടുവന്നതാണ് ഈ അച്ചാർ. ഇനി ഞാൻ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് കുറേ നാളിരിക്കും, കാരണം ചോറ് അധികം കഴിക്കാത്തത് കൊണ്ട് അച്ചാർ വേസ്റ്റ് ആകാൻ ചാൻസ്. ഇതൊരു നെല്ലിക്ക അച്ചാറല്ലേ? മാങ്ങ അച്ചാറാണോ? നാരങ്ങ അച്ചാർ. ഇത് മോരുകറി. കുക്കൂനൊരു മീൻ വറുത്ത് കൊടുത്തില്ല. ഇനി വേണ്ടേ? അവള് കഴിച്ചതാണേ. ഇനി ഇല്ലപ്പേ. ഇനി വേണം മീൻ കുഞ്ഞിന്? നോക്കട്ടെ. ഇതുകൊണ്ട് ഇതെൻ്റെ കുക്കിനുള്ള മീൻ വറുത്താണ്. ചോറ്. അവൾ ചോറ് കഴിക്കൂല. നമ്മൾ ഈ പിന്നെ ക്യാറ്റ് ഫുഡ് കൊടുത്ത് അവളെ പഠിപ്പിച്ച് വെച്ചു കേട്ടോ. അതുകൊണ്ട് കണ്ടോ, ഇതുകൊണ്ട് മിക്സ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം. ഈ മീൻ വറുത്തതും ചോറും കൂടെ. കൊടുത്തിനി പൊന്നെ, കൊടുത്തിനിടേ. മുള്ളുണ്ട്, മുള്ള് കഴിക്കുമോ? എന്താ ബാ, എല്ലി ബാ. ഇല്ല. അമ്മൻ്റെ ഗുഡ് ഗേള്. ബാ തിന്ന്. നോക്കട്ടെ എന്നാ പിന്നെ. കണ്ടോ, മീൻ മാത്രം കഴിക്കുന്നുണ്ടോ? ഉണ്ടോ, അതിന് ചോറ് തിന്നാൻ അറിയില്ല. മീൻ തിന്നമ്മാ. കുക്കുമാ മീൻ തിന്നു. ബെറിയമ്മ മീൻ മാത്രം തിന്നേ എങ്കേ അന്ന തിന്നമ്മാ. ബീനെ വെറും ചോറ് തിന്നില്ലടി, വെറും ഇത് മാത്രം കഴിക്കുന്നു. അതാ ഫോൺ വരുന്നുണ്ട്. ഞാനൊരു സൂത്രം കാണിച്ചു തരാം കേട്ടോ. 2 മീൻ കഴിച്ച ആളാണേ. കുക്കുമ്മ ಏನ್ ಮಾಡ್ತಾ ಇದೆಯೇ? ಅದು ಹಣ್ಣು. എടി മീനെ ഇങ്ങോട്ട് വന്നേ. എടി അവള് സപ്പോട്ടപ്പഴം പെറുക്കാൻ പോകുന്നു. ഇങ്ങോട്ട് നോക്കി, അത് പഴവാ. എൻ്റെ ദൈവമേ, നീ മേടിക്കും. കുക്കുമ്മ, എൻ്റെ കുഞ്ഞിക്ക് മീൻ ബേക്കാ. ബാരോ അമ്മയുടെ ഗുഡ് ഗേൾ ബായോ. ബാ ഗുഡ് ഗേൾ വാ, അമ്മയുടെ ഗുഡ് ഗേൾ. അതെ ഇങ്ങോട്ട് പോകുന്നു കണ്ടോ. അവൾക്കിപ്പം മീൻ വറുത്തത് വേണം. ബാ. അപ്പോഴുണ്ടല്ലോ, ഞാനിപ്പോൾ എണീറ്റതേ ഉള്ളൂ കേട്ടോ. 5 മണിക്ക് എണീറ്റതാണ്. തലയൊന്നും ശരിക്കും ചീകി പോലും ഇല്ല. അപ്പോൾ ഉണ്ടല്ലോ, ഇവിടെ കുറച്ച് ഒരു 45 മിനിറ്റ്സ് ബസ്സിൽ അവളുടെ മോള് ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകണം. ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഏകദേശം ഒരു 10 മണിയാകുമ്പോൾ ഇറങ്ങും. എന്നിട്ട് പോയിട്ട് ഒരു കുറേ കഴിയുമ്പം തിരിച്ച് വരണം. ഇന്ന് ഞാൻ ലീവ് എടുത്തിരിക്കുവാണ്.
2-3 ദിവസം കാണും ഇവിടെ. അപ്പോൾ എന്താ, ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വല്ലപ്പോഴും ആരെങ്കിലും നാട്ടിൽ നിന്ന് വരും. ഇവള് മാത്രം അങ്ങനെ വരാറുള്ളൂ. അത് പിന്നെ കൊച്ചുള്ളതുകൊണ്ട് മാത്രം, ഇല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് കാലെടുത്ത് വെക്കല. വരുവോ? പിന്നെ വിളിച്ചു പോവേ. എന്തരെ വിളിച്ചിട്ടാ വരുന്നത്. അവൾ ഇനി 1 വർഷം കൊണ്ട് ഇവിടെ കാണും. അത് കഴിയുമ്പം അവരും ഇങ്ങനെ പറക്കും, എല്ലാവരും പോവും. ഇതുണ്ട് കുക്കു, നിൻ്റെ കാഴ്ചയോട്ട് നീ എടുക്ക. കുക്കുവിന് ചക്ക വേണമെന്ന് നോക്കിയേ. കുക്കുമ്മ ചക്ക വെക്കാൻ എനിക്ക്, ചക്ക എന്ത് ഗൊത്താൻ എനിക്ക്. അവൾ ചക്ക ഏതാന്ന് അവൾക്ക് അറിയത്തില്ല. എടി നിന്നോട് ചോദിച്ചു വരുന്ന കണ്ടോ, ഒരു പേടിയില്ല. വേറെ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഒറ്റ ഓട്ടമാണേ, നിന്റെ പുറകെ നടക്കുമോ ഇങ്ങനെ. ആ കുക്കുമ്മനിക്ക് ബാ കുക്കാച്ചി ബാ. അവൾ കിടക്കാൻ പോവാട്ടോ. മൽക്കോ പൊന്നെ. അവളെവിടെ കിടക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം കയറും കട്ടില്ലല്ലേ. ഇല്ല, അവളുടെ ഫുഡ് ഉണ്ടായിന. അപ്പം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി, മുട്ട കറി വെക്കണം. അപ്പം അടുക്കള ബിസി ആയതുകൊണ്ട് ഇതേ ഇവിടെ വന്നിരുന്ന് റെസ്റ്റ് എടുക്കുവാണ്. കഴിഞ്ഞോ? ചക്ക ചൂടാക്കി. കിടന്നു ആയിപ്പോയില്ലല്ലോ. ഇത് കണ്ടോ, ഈ ചട്ടി കണ്ടോ? ചട്ടി ഒന്ന് കണ്ടിട്ട് നിങ്ങൾ കാര്യമാക്കണ്ട കേട്ടോ. നല്ല എവർഗ്രീൻ ചട്ടിയാണ് ഇത്. കുറേ വർഷമായതാണ് കേട്ടോ, ഞാൻ കളയാതെ വെച്ചിരിക്കുക. ഇന്ന് മുട്ട കറി വെക്കാനായിട്ട് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം കേട്ടോ. കേട്ടോ, ചേമ്പ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുക. കാണിച്ചു തരാവേ. അയ്യോ, ഇതുണ്ടോ, പുഴുങ്ങാനായിട്ട് വെള്ളം മീൻസ് നമ്മൾ ഇഡ്ഡലി കുക്കറിലാണ് വെച്ചിരിക്കുന്നത്, ഇഡ്ഡലി പാത്രത്തിലെ. ഇതുണ്ടോ, എന്ത് വരുന്നുണ്ട്. കുറച്ച് ഉപ്പൊക്കെ ഇട്ടു. ആയില്ല, ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞാകും. മൂടി വെക്കും. അപ്പം എൻ്റെ മുട്ടക്കറി ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. ഇതുണ്ടോ, നല്ല പാത്രമല്ലേ, നല്ല കട്ടിയുള്ള പാത്രമാണേ, നല്ല കറുത്ത സുന്ദരി. കണ്ടോ, എൻ്റെ ചേച്ചി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണേ. മുട്ട ചപ്പാത്തി. കപ്പ് നിന്നും തോന്നുന്നു. ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് കാണണോ? ഒരു ചപ്പാത്തി, ഒരു മുട്ട, ഇത് കൂർക്ക, ഇത് 2 ചേമ്പ്, ഇത് മീൻ, ഇത് ഇവിടെ ചക്ക. അപ്പം ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് കണ്ടോ. കാണിച്ചായിരുന്നില്ലേ കപ്പ ഇവിടെ മുക്കിയതും കഴിക്കും. കൂർക്ക കുക്കു എന്നാപ്പം മീനും മുള്ള. ചേമ്പ് മുളകില്ലല്ലേ. ചേമ്പ് എൻ്റെ ഫേവറേറ്റാണ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ. അപ്പം ഞങ്ങൾ പുറത്ത് പോകാൻ റെഡിയായി. അപ്പോൾ എൻ്റെ ചേച്ചിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച്, ഞാൻ കാണിച്ചില്ലേ ഉള്ളതും വിളതും എല്ലാം മിക്സ് ചെയ്ത് കുറച്ച് കഴിക്കാം. ഒത്തിരി എളുപ്പം നമുക്ക് അധികം കഴിക്കാൻ പറ്റില്ല. എല്ലാം കൂടെ കുറച്ച് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വാരി കഴിച്ചു. പാത്രമൊക്കെ അങ്ങനെ ഇട്ടിട്ട് പോയിരിക്കുകയാണ്. വൈകിട്ട് വന്ന തുണിയെല്ലാം നിരന്ന് കിടക്കും. ഒന്നും വിചാരിച്ചത് കേട്ടോ, നമ്മൾ പോയിട്ടും പെട്ടെന്ന് അവർ വന്നതല്ല. അപ്പം ഒന്നും അടുക്കി വെക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഇപ്പം വൈകിട്ട് വേണം എല്ലാം ചെയ്യാൻ. ഫോട്ടോ വിളിക്കട്ടെ? നിൽക്കുവാണോ? ഓ അങ്ങനെ തന്നെ രംഗോലി ഇടുന്ന കാണിച്ചു തരും. കണ്ടോ, രംഗോലി ഇടുന്ന കഴിഞ്ഞ് രംഗോലി ഇട്ട് ഇതായിരുന്നു. അത് ഡിസൈനാ എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ വരയ്ക്കുന്നത്. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണേ. എവിടെയാന്നോ? എൻ്റെ ചേച്ചിയുടെ മോളുടെ അടുത്തേക്ക്. അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷം.